മാർക്കറ്റ് പ്രതീക്ഷിച്ചതിനേക്കാളും മികച്ച ക്വാർട്ടർലി റിസൾട്ട് പുറത്തുവിട്ടതിന്റെ പശ്ചാത്തലത്തിൽ വെള്ളിയാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ 7% ഉയർന്ന ഒരു സ്റ്റോക്കാണ് റെയിൽടെൽ. നവരത്ന സ്റ്റാറ്റസുള്ള PSU കമ്പനിയായ റെയിൽടെൽ വെള്ളിയാഴ്ച 7% ഉയർന്ന് 318 രൂപയ്ക്ക് അടുത്തെത്തുകയും ചെയ്തു. റെയിൽടെലിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് മികച്ചതായിരുന്നു. കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് ഇയർ ഓൺ ഇയറിൽ 46% വർദ്ധിച്ച് 77 കോടിയിൽ നിന്നും 113 കോടിയിലേക്കെത്തി. കമ്പനിയുടെ റവന്യൂ 57% വർദ്ധിച്ച് 1308 കോടിയിലേക്ക് എത്തുകയും ചെയ്തു. ടെലികോം, IST തുടങ്ങിയ സെക്ടറുകളിൽ നിന്നുള്ള മികച്ച ഓർഡറുകളുടെ പശ്ചാത്തലത്തിൽ കമ്പനിയുടെ എബിറ്റ 53.8% ഉയർന്ന് 180 കോടിയാവുകയും ചെയ്തു. അതേസമയം എബിറ്റ മാർജിനിൽ ചെറിയ രീതിയിലുള്ള ഒരു ഇടിവ് വന്നിട്ടുണ്ട്. എക്സ്പെൻസ് ഉയർന്നതിനെ തുടർന്ന് എബിറ്റ മാർജിൻ 14% നിന്നും 13.73% ഇടിയുകയും ചെയ്തു. ക്വാർട്ടർലി റിസൾട്ടിന് മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷൻ വെള്ളിയാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ തന്നെ സ്റ്റോക്കിൽ നമ്മൾക്ക് കാണാൻ സാധിച്ചതാണ്. സ്റ്റോക്ക് 7% ഉയർന്നു. അതേസമയം ക്വാർട്ടർലി റിസൾട്ടിലെ പെർഫോമൻസ് ഷോർട്ട് ടൈമിൽ മാത്രമല്ല ലോങ് ടൈമിലും നിലനിൽക്കുമെന്നാണ് പല അനലിസ്റ്റുകളും പറയുന്നത്. അതിന് പിന്നിലെ പ്രധാന കാരണം ഗവൺമെൻറ്റിൻ്റെ ഡിജിറ്റൽ റെയിൽവേ മോഡേണൈസേഷൻ തുടങ്ങിയ പ്രോജക്റ്റുകളിലുള്ള റെയിൽടെൽ കോർപ്പറേഷൻ എന്ന കമ്പനിയുടെ തന്ത്രപരമായ പ്രാധാന്യം തന്നെയാണ്. ഭാരത് നെറ്റ്, സ്റ്റേഷൻ വൈഫൈ അപ്ഗ്രഡേഷൻ, ക്ലൗഡ് ഇൻഫ്രാസ്ട്രക്ചർ തുടങ്ങിയ സെക്ടറുകളിലൊക്കെ പാർട്ടിസിപ്പേഷനുള്ള ഒരു PSU സെക്ടറിലെ കമ്പനിയാണ് റെയിൽടെൽ കോർപ്പറേഷൻ. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം സെൻട്രൽ റെയിൽവേയുടെ സൈഡിൽ നിന്നും 22,75,00,000 പുതിയ ചില പ്രോജക്റ്റുകളും റെയിൽടെൽ എന്ന കമ്പനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ ന്യൂസിന് മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷൻ തിങ്കളാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ റെയിൽടെൽ എന്ന സ്റ്റോക്കിൽ പ്രതീക്ഷിക്കാവുന്നതുമാണ്. കൂടാതെ റെയിൽടെലിൻ്റെ ചാർട്ട് പാറ്റേൺ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 275 സ്റ്റോക്കിൻ്റെ ഒരു പ്രധാന സപ്പോർട്ടും 332 സ്റ്റോക്കിൻ്റെ ഒരു പ്രധാന റെസിസ്റ്റൻസുമാണ്. സ്റ്റോക്ക് ഈ റേഞ്ചിൽ കൺസോൾഡേറ്റ് ചെയ്യുകയാണ്. 275ൻ്റെ സപ്പോർട്ടും 332ൻ്റെ റെസിസ്റ്റൻസുമാണ് സ്റ്റോക്കിനുള്ളത്. 332ൻ്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാതെ നമ്മൾക്ക് സ്റ്റോക്കിൽ അപ്സൈഡ് മൊമെൻ്റ് പ്രതീക്ഷിക്കാൻ സാധിക്കുകയില്ല. അതായത് സ്റ്റോക്ക് ചിലപ്പോൾ കൺസോൾഡേഷനിലേക്ക് നീങ്ങാനും 275ൻ്റെ സപ്പോർട്ടിനെ മെയിൻറ്റെയിൻ ചെയ്യാനും സാധ്യതയുണ്ട്. 332ന് മുകളിൽ ബ്രേക്കൗട്ട് നൽകിയാൽ സ്റ്റോക്കിൽ ഫർദർ അപ്സൈഡ് മൊമെൻറ്റം പ്രതീക്ഷിക്കാം. രണ്ടാമത്തെ അപ്ഡേറ്റ് ടാറ്റ മോട്ടോഴ്സുമായി ബന്ധപ്പെട്ടതാണ്. ടാറ്റ മോട്ടോഴ്സ് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ 1.20% ഉയർന്ന് 652 രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് റെസിപ്രോക്കൽ താരിഫ് പ്രഖ്യാപിച്ചതിനു ശേഷം ടാറ്റ മോട്ടോഴ്സിന്റെ ഉടമസ്ഥതയിലുള്ള ജഗ്വാർ ലാൻഡ് റോവർ അമേരിക്കയിലേക്കുള്ള വാഹന കയറ്റുമതി താൽക്കാലികമായി നിർത്തിയിരുന്നു. ഈ വാഹന കയറ്റുമതി പുനരാരംഭിച്ചു എന്നുള്ളതാണ് ടാറ്റ മോട്ടോഴ്സിനെ സംബന്ധിക്കുന്ന പോസിറ്റീവ് അപ്ഡേറ്റ്. ഇവിടെ ഏപ്രിൽ 3-ാം തീയതി മുതൽ അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന എല്ലാ കാറുകൾക്കും മുകളിൽ 25% ഓട്ടോ താരിഫ് ഏർപ്പെടുത്താൻ ട്രംപ് പ്രഖ്യാപനം നടത്തിയിരുന്നു. എന്നാൽ റീസെൻ്റ് അപ്ഡേറ്റ് നമ്മൾ പരിശോധിച്ചാൽ ഈ ഓട്ടോ താരിഫിൻ്റെ ഇമ്പാക്റ്റ് റെഡ്യൂസ് ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ അമേരിക്കൻ പ്രസിഡന്റ് കൈക്കൊള്ളും എന്നുള്ളൊരു അപ്ഡേറ്റ് വന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് ടാറ്റ മോട്ടോഴ്സിൻ്റെ ഉടമസ്ഥതയിലുള്ള ജഗ്വാർ ലാൻഡ് റോവർ അമേരിക്കയിലേക്കുള്ള കാർ എക്സ്പോർട്ടിംഗ് പുനരാരംഭിക്കുന്നത്. ജഗ്വാർ ലാൻഡ് റോവറിൻ്റെ 20%-ഓളം റവന്യൂവും അമേരിക്കൻ മാർക്കറ്റിൽ നിന്നാണ് ജനറേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ജഗ്വാർ ലാൻഡ് റോവറിനെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക വളരെ പ്രധാനപ്പെട്ട ഒരു മാർക്കറ്റ് കൂടിയാണ്. ഓൾ ടൈം ഹൈയിൽ നിന്നും 45%-ലേറെ ഇടിഞ്ഞ ടാറ്റ മോട്ടോഴ്സ് ബോട്ടം ലെവലിൽ നിന്നും ഒരു റിക്കവറി കാണിക്കുകയും 52 വീക്ക് ലോ ആയ 542 നിന്നും സ്റ്റോക്ക് ഉയരുകയും ചെയ്തു. ടാറ്റ മോട്ടോഴ്സ് 653 രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നു. US മാർക്കറ്റിൽ 20%-ഓളം എക്സ്പോസർ ജഗ്വാർ ലാൻഡ് റോവറിനുള്ളതുകൊണ്ട് ജഗ്വാർ ലാൻഡ് റോവറുമായി ബന്ധപ്പെട്ട ഓരോ അപ്ഡേറ്റും ടാറ്റ മോട്ടോഴ്സ് എന്ന സ്റ്റോക്കിൽ പ്രതിഫലിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ടെക്നിക്കലി ടാറ്റ മോട്ടോഴ്സ് ന്യൂട്രൽ സോണിലാണ് ട്രേഡ് ചെയ്യുന്നത്. RSIയും MACDയും ന്യൂട്രൽ സിഗ്നൽ തന്നെയാണ് നൽകുന്നത്. അതേസമയം സെക്യൂരിറ്റീസിൻ്റെ ടെക്നിക്കൽ അനലിസ്റ്റിൻ്റെ ഒപ്പീനിയൻ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇവിടെ ടാറ്റ മോട്ടോഴ്സിനെ സംബന്ധിച്ചിടത്തോളം ടാറ്റ മോട്ടോഴ്സ് 800 എന്ന ലെവലിലേക്ക് ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. ഇനി ചില ബ്രോക്കേജ് ഏജൻസികൾ ടാറ്റ മോട്ടോഴ്സിന് ബൈ എന്ന റേറ്റിംഗ് നൽകിയിട്ടുണ്ട്. AMK ഗ്ലോബൽ ടാറ്റ മോട്ടോഴ്സിന് ബൈ എന്ന റേറ്റിംഗും 800 രൂപയുടെ ടാർഗറ്റും നൽകി. 2027 ഫിനാൻഷ്യൽ ഇയർ വരെ കമ്പനിയുടെ പെർഫോമൻസ് മെച്ചപ്പെടാൻ സാധ്യതയുണ്ടെന്നാണ് AMK ഗ്ലോബലിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത്. അടുത്ത വർഷം US-ലെ ജഗ്വാർ ലാൻഡ് റോവറിൻ്റെ വിൽപ്പനയിൽ 25% ഇടിവുണ്ടാകുമെന്ന ബെയർ കേസ് നമ്മൾ പരിഗണിച്ചാലും ടാറ്റ മോട്ടോഴ്സിൻ്റെ ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ ഇംപ്രൂവ് ആവുകയും ഫണ്ടമെൻ്റൽസ് മെച്ചപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഏണിംഗ് പെർ ഷെയറിൽ 5-6%-ഓളം വളർച്ച AMK ഗ്ലോബൽ പ്രതീക്ഷിക്കുന്നതുകൊണ്ടാണ് 800 രൂപയുടെ ടാർഗറ്റ് നൽകിയിരിക്കുന്നത്. എന്നാൽ മറ്റൊരു ബ്രോക്കേജ് ഏജൻസിയായ കോട്ടക് ഇക്വിറ്റീസ് ടാറ്റ മോട്ടോഴ്സിൻ്റെ റേറ്റിംഗ് റെഡ്യൂസ് എന്ന് നൽകുകയും ടാർഗറ്റ് 750 നിന്നും 600 കുറയ്ക്കുകയും ചെയ്തു. 20%-ഓളം ഇടിവാണ് ടാറ്റ മോട്ടോഴ്സിൻ്റെ ടാർഗറ്റിൽ കോട്ടക് സെക്യൂരിറ്റീസ് വരുത്തിയിരിക്കുന്നത്.
തിങ്കളാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ ജഗ്വാർ ലാൻഡ് റോവറുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റിൻ്റെ പശ്ചാത്തലത്തിൽ ടാറ്റ മോട്ടോഴ്സ് എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാവുന്നതാണ്.